ത്തിൽ അത്തരം വലിയ ശക്തനായ ഒരു പാർട്ടി നേതാവിനെ യാത്രയയക്കുന്നതിന് വേണ്ടി ആണ് എല്ലാവരും കൂടി വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം പ്രസംഗിക്കാനൊരു സ്ഥലത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അതിനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആളുകൾ ഇങ്ങനെ വന്ന് നിരക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് മംഗലപുരമൊക്കെ പിന്നിട്ടിങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും വലിയ തിരക്ക്. ഇപ്പോൾ MLA DK മുരളി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. VS-നെ കാത്തൊരു വലിയ പുരുഷാരം തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് VS-നെ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും ഒരു വിപ്ലവ സൂര്യൻ മൺമറഞ്ഞു പോയതിൻ്റെ ദുഃഖവും ആവേശവും എല്ലാം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഓരോ കേന്ദ്രത്തിലും ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ആരുടെയും ആഹ്വാനമില്ലാതെയാണ്. അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് എല്ലാ തലമുറകളിലും വിട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത. ഒഴുകിയെത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിശ്ചയിച്ച സമയത്തൊന്നും തന്നെ ഓരോ സ്ഥലത്തും എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നാളെ പുലരുമ്പോൾ മാത്രമേ ആലപ്പുഴ എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഭാഗത്തും വലിയ ആൾക്കൂട്ടമാണ് കാത്തു നിൽക്കുന്നത്. വഴിയോരങ്ങളിലെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലല്ലാതെയും ആളുകൾ VS-നെ കാണുന്നതിന് വേണ്ടി വീടിന് പുറത്തിറങ്ങി വരികയാണ്. തിരുവനന്തപുരം VS-ഉം തമ്മിലൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണല്ലോ ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ അല്ലെങ്കിൽ വാമനപള്ളി പോലെയുള്ള മണ്ഡലങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഈ ആറ്റിങ്ങലും VS-ഉം തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ പാർട്ടിയുമായിട്ട്? തീർച്ചയായിട്ടും VS-ന് ദീർഘകാലം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഒക്കെ ഒരു പ്രവർത്തന കേന്ദ്രം തിരുവനന്തപുരമായിരുന്നല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഏരിയകളുമായും നല്ല ബന്ധമാണ് VS-ന്. ആറ്റിങ്ങലുമായിട്ടും ആ തരത്തിലുള്ള പ്രത്യേക ബന്ധം. പല പ്രാവശ്യം ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടും യോഗങ്ങളിൽ വന്നുകൊണ്ടും ഒക്കെ ഇവിടുത്തെ ജനങ്ങളെയും ആവേശം കൊള്ളിച്ചിട്ടുള്ള ഒരു നേതാവാണ് VS. നല്ല ബന്ധമാണത്. ആറ്റിങ്ങലെന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ബന്ധം പൊതുവിൽ VS-നുണ്ടല്ലോ. എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് VS-ഉമായിട്ടുള്ള അടുപ്പ് ഓർത്തെടുക്കുന്നത്? ഞാൻ 2016 നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ഞാൻ അനുഗ്രഹം തേടി പോയിരുന്നു. അന്ന് പുതിയ ആളുകൾ വരുന്നതിനുള്ള ഒരു സന്തോഷവും മറ്റുമെല്ലാം VS പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ MLA ആയിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ മണ്ഡലത്തിൽ യോഗങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ ഊഷ്മളമായ ഒരു സൗഹൃദമാണ് അദ്ദേഹം, ഒരു വാത്സല്യമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ പുതിയ തലമുറയോട് കരുതലുള്ള ഒരു നേതാവ് കൂടിയാണ്. അങ്ങനെ ഒരുപാട് പേരെ വളർത്തിക്കൊണ്ടുവന്ന ആൾ കൂടിയാണ് VS. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു VS-നെ. കേരളത്തിൻ്റെ സമരനായകനായിരുന്നു. ഏകദേശം ഒരു 10-60 വർഷം കേരളത്തിലെ സമരനായകനായിരുന്നു VS-നെ കണ്ടിട്ടേ എന്തായാലും മടങ്ങുന്നുള്ളൂ. മഴയായി കണ്ടിട്ടേ പോള് എങ്ങനെ കേട്ടോ ഓർത്തെടുക്കുന്നു? എങ്ങനെ VS-നെ ഓർത്തെടുക്കുന്നു? VS-ന്റെ നഷ്ടം തൊഴിലാളി വർഗത്തിന് വളരെ കനത്ത നഷ്ടമാണ്. ഇത്രയധികം ത്യാഗോജ്ജലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുട്ടിക്കാലം മുതൽ കർഷകർ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രയും ധീരോത്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു നേതാവാണ് VS എന്ന് പറയുന്നത്. ഒരുപാട് വേട്ടയാടലിന് ഇട നൽകേണ്ടി വന്നിട്ടുണ്ട് VS. മാധ്യമങ്ങളായാലും അതുപോലെ തന്നെ ഈ മുതലാളി വർഗത്തിൻ്റെ ഗുണ്ടകളിൽ നിന്നൊക്കെ പോലീസിൻ്റെ കൊടിയ മർദ്ദനമേറ്റിട്ട് പോലും ഈ പ്രസ്ഥാനത്തിന് ഒരു പോറലും ഏൽപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്ജലമായിട്ടുള്ള പ്രവർത്തനം നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ശരിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഉൾപ്പെടെയുള്ള വലിയ നേതാക്കളുടെ ത്യാഗമാണ് യഥാർത്ഥത്തിൽ ഇന്ന് CPM അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സൗഭാഗ്യം എന്ന് തന്നെ പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ഇങ്ങനെ അധികാരത്തിലേക്കൊക്കെ വരുമ്പോൾ അത് ഇത്തരത്തിലുള്ള VS-നെ പോലെ ഏറ്റവും തലമുതിർന്ന നേതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അതാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ആളുകളിങ്ങനെ വന്ന് മുൻപ് നമ്മുടെ പല ആളുകളും പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ MLA IB സതീഷ് കൂടി നമുക്കൊപ്പം. MLA എങ്ങനെയാണ് VS-നെ എങ്ങനെയാണ്? കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാവരും VS-നെ ഓർക്കുകയാണ്. ഇനി VS-ന്റെ സാന്നിധ്യമില്ല എന്ന വേദന എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ 1964 CPM രൂപീകൃതമാകുന്ന കാലം മുതൽ VS സചേതനമായി കേരള രാഷ്ട്രീയത്തിലുണ്ട്. ആ രാഷ്ട്രീയ പാരമ്പര്യവും പൈതൃകവുമാണ് ഇന്ന് ഓർമ്മകളിലേക്ക് മായുന്നത്. ആ വേദന ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുവയ്ക്കുന്നു. തെരുവുകളിലാകെ VS എന്ന വിളികളുമായി ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്.
മഴയും അവരെ പിന്തിരിപ്പിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ത്യാഗത്തിൻ്റെ പാരമ്പര്യമാണ് VS-നുള്ളത് എന്ന് ഈ നാട് തിരിച്ചറിയുന്നു. കേരളം ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരമുള്ള നാടാണ് എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വിളിച്ചു പറയുന്നു. ഈ ആളുകളെല്ലാം തന്നെ അത്രയധികം ആളുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഈ വൈകിയ വേളയിലും എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹം മാത്രം, VS-നെ ഒന്ന് നേരിട്ട് കാണണം. അവസാനമായി അദ്ദേഹത്തിന് ഹൃദയംഗമമായ ഒരു യാത്രയും നൽകണം. എല്ലാവർക്കും മുഷ്ടി ചുരുട്ടി കൈകൾ ഉയർത്തി VS-ന് അഭിവാദ്യം അർപ്പിക്കണം എന്നൊരു ആഗ്രഹമാണ് ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ VS-ൻ്റെ ഭൗതികദേഹവുമായി വാഹനം ഇങ്ങോട്ടേക്ക് എത്തും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ആറ്റിങ്ങൽ ഒട്ടാകെ. സ്റ്റെഫി നിൽക്കുന്നത്. ആറ്റിങ്ങലിലേക്ക് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിലാപ യാത്രയാണ്. ആറ്റിങ്ങലിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ വലിയ ജനസമുദ്രമായി കഴിഞ്ഞിരിക്കുന്നു ആ മേഖല. രാത്രി 9 മണിയാവാൻ പോവുകയാണ്. മഴ ഉണ്ടായിരുന്നു. അതൊന്നും VS-നെ ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹത്തിന് തടസ്സമല്ല. ഇനി VS-നെ കാണാൻ കഴിയില്ലല്ലോ. VS-നെ അവസാനമായി അഭിവാദ്യം ചെയ്യണമെന്ന ആഗ്രഹവുമായി, അവസാനമായി അദ്ദേഹത്തിന് മുഷ്ടി ചുരുട്ടിയൊരു മുദ്രാവാക്യം വിളിക്കണം എന്ന ആഗ്രഹവുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് പാതയോരങ്ങളിലെല്ലാം കാത്തിരിക്കുന്നത്. VS-ൻ്റെ സമരങ്ങളുടെ മുദ്രകൾ ഈ പാതകളിലെല്ലാം കാണാം.